Dear students, good morning. Myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic Introduction to Machining Process, which is from the subject Machine Tool and Digital Manufacturing in SY Mechanical Engineering. And we are going to discuss the topics from the module 1, and the objectives of today's lecture are: we will be introducing what is machining process and the mechanics of chip formation. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ലെക്ചറിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് മെഷീനിങ് പ്രോസസ്സ് എന്നുള്ളതും ചിപ്സ് എങ്ങനെയാണ് ചിപ്പ് ഫോർമേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതുമാണ് നമ്മൾ പഠിക്കുന്നത്. So, going into the topic, that is introduction to machining process. What is machining? അല്ലെങ്കിൽ മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? So, metal cutting or machining is the process of producing a workpiece by removing unwanted material from a block of metal in the forms of chips. So, it should be mentioned that metal cutting or the machining is the removal of material from a part in the form of chips so as to attain the final desired shape and size. സോ അതെന്തിനാണ് മെഷീനിങ് ചെയ്യുന്നത്? നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സപ്പോസ് ഒരു ഇരുമ്പ് റോഡ് നമ്മൾ വാങ്ങിക്കുകയാണ്. അതിന് മാർക്കറ്റിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നത് ഒരു സ്പെസിഫിക് ഡയമീറ്ററിലായിരിക്കും, ഒരു ഷാഫ്റ്റ് എന്താ ആയിക്കോട്ടെ. അതിനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ലേക്ക് ഫിറ്റായി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെഷീനിങ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡയമീറ്ററിനനുസരിച്ച് നമുക്ക് ആ കറക്റ്റ് ഡയമീറ്റർ, എക്സാക്റ്റ് ആയിട്ടുള്ള ഡയമീറ്റർ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെഷീനിങ് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആ ഒരു മെറ്റൽ പാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ് എന്താണോ ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മെഷീനിങ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മളവിടെ കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കതിനെ അസംബിൾ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഓൾ ദ പ്രോഡക്ട്സ് ഗെറ്റ് ദെയർ ഫൈനൽ ഷേപ്പ് ആൻഡ് സൈസ് ബൈ മെറ്റൽ റിമൂവൽ, either directly or indirectly, and which involves the workpieces, tools, chips and cutting fluid. Major drawback of the process is loss of material in the form of chips. സോ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ്. അത് ചിപ്സ് ആയിട്ടാണ്, അത് വളരെ ഒരു യൂസും ഇല്ലാത്ത ചിപ്സ് എന്നുള്ളൊരു രീതിയിൽ അത് ഫോമായിട്ട് അതങ്ങ് റിമൂവ് ചെയ്ത് നമ്മളത് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയലാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഡിസൈഡ് ഷേപ്പ്, സൈസ് എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതെന്തിനാണ് ചെയ്യുന്നത്? ഏതൊരു മെറ്റൽ പാർട്ടും മാനുഫാക്ചറിങ് ചെയ്തിറക്കുമ്പോഴത്തേക്കും അതിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആൻഡ് സൈസിലായിരിക്കും അവർ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്നത്. ആ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന ആ ഒരു മെറ്റീരിയലിനെ നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെഷീനിങ് ചെയ്യണം. എന്നിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. സോ ഇത് പല എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു, ഫൈനൽ സ്റ്റേജിൽ മെഷീനിങ് ഓപ്പറേഷൻസ് ചെയ്തപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ വേരിയസ് എക്സാമ്പിൾസ് കാണിച്ചേക്കുന്നതാണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മെഷീനിങ് പ്രോസസ്. ദ ഫസ്റ്റ് വൺ ഈസ് ടു ഇംപ്രൂവ് ദ ഡയമെൻഷണൽ ആക്യുറസി ആൻഡ് ടോളറൻസ് ഓഫ് ദ കമ്പോണൻസ് പ്രൊഡ്യൂസ്ഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ, internal and external surface features can easily produced. Specified surface characteristics or texture can be achieved on a part
And fourth one, may be economical to produce a component. So these are the 4 important characteristics of a machining process. First one, improve the dimensional accuracy. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയമെൻഷനിലേക്ക് എത്തിക്കുക. കറക്റ്റായിട്ടുള്ള ടോളറൻസ്, കറക്റ്റായിട്ടുള്ള ഫിറ്റ് അവിടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡയമെൻഷനിലേക്ക് അതിനെ എത്തിക്കുക. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫസ് ഫീച്ചേഴ്സ് ക്യാൻ ബി, സർഫസ് ഫിനിഷ്, എത്രത്തോളം സർഫസ് ഫിനിഷ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മെഷീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇത്ര സർഫസ് ഫിനിഷിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എത്തിക്കാൻ പറ്റും. And the basic objectives of the economical and efficient machining practice is first one, the quick metal removal, the second one, high class surface finish, and the third one, economy in tool cost, and the fourth one, less power consumption, and the fifth one, economy in the cost of replacement and sharpening of tools. Machining practice എന്നുള്ളത് കൊണ്ട് നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള മെറ്റൽ റിമൂവൽ ചെയ്യാൻ പറ്റും, ഹൈ സർഫസ് ഫിനിഷ് നേടിയെടുക്കാൻ പറ്റും, ടൂൾ കോസ്റ്റ് എക്കണോമിക്കലാണ്, ലെസ് പവർ കൺസപ്ഷൻ ആണ് അവിടെ നടക്കുന്നത്, ആൻഡ് എക്കണോമി ഇൻ ദ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ഷാർപ്പനിങ് ഓഫ് ദ ടൂൾസ്. ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ ഷാർപ്പനിങ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റൽ റിമൂവിങ് അല്ലെങ്കിൽ മെറ്റൽ കട്ടിങ് ഉണ്ട്? ഫസ്റ്റ് വൺ, നോ കട്ടിങ്, ദാറ്റ് ഈസ് ഷേപ്പിംഗ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിനെ നമ്മൾ കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. ദാറ്റ് ഈസ് ഫോർജിങ്, ഡ്രോയിങ്, സ്പിന്നിങ്, റോളിങ്, എക്സ്ട്രൂഡിങ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. കട്ടിങ് ആൻഡ് ഷേപ്പിംഗ്, ദാറ്റ് ഈസ് ടേണിങ്, മില്ലിങ്, ഡ്രില്ലിങ്, ഷേപ്പിംഗ്, പ്ലാനിങ്, ഇതൊക്കെയാണ് കട്ടിങ് എന്നുള്ള, അവിടെ മെറ്റൽ കട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. സോ വേരിയസ് മെഷീനിങ് പ്രോസസ്സിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടൂളുണ്ട്. ഫസ്റ്റ് എ എന്നുള്ള ഫിഗർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലെയ്ത്തിൽ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് അവിടെ കാണിക്കുന്നത്. അതിൻ്റെ ടൂളിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ ആരോ സിമ്പിൾ വെച്ച് കാണിച്ചത്. സോ ടൂൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അവിടെ വർക്ക് പീസ് എന്തായിരിക്കും, ഈ പറഞ്ഞ ജോസിൽ ഫിക്സ് ചെയ്ത് വച്ചേക്കായിരിക്കും, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ടൂള് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ചിപ്സ് ഫോം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു മില്ലിംഗ് എന്നുള്ള പ്രോസസ്സാണ്, ഡ്രില്ലിംഗ് പ്രോസസ്സ്. അവിടെ വരുമ്പോഴത്തേക്കും ടൂള് ഡൗൺവേർഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, അവിടെ വരെ നമുക്ക് ഹോൾ ഇടാനായിട്ട് പറ്റുന്നുണ്ട്. മൂന്നാമത്തെ പ്രോസസ്സിൽ വർക്ക് പീസാണ് മൂവ് ചെയ്യുന്നത്, ടൂള് സ്റ്റേഷനറിയാണ്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷീനിങ്, അതിൽ വരുന്നത് 3 ഇമ്പോർട്ടൻറ്റ് പാർട്സാണ്, കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ വർക്ക് പീസ്, സെക്കൻഡ് വൺ ടൂള്, തേർഡ് വൺ ചിപ്പ്. സോ ഇവിടെ നമ്മൾ ടൂളാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദ ടൂൾ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് v. ടൂള് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിപ്പിൻ്റെ ഫോർമേഷൻ ഈ ഒരു ഷേപ്പിൽ വന്നേക്കുന്നത്. ചിപ്പ് ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. കട്ടിംഗ് ടൂൾ നോമൻക്ലിയേച്ചർ. ഈ കട്ടിംഗ് ടൂൾ നോമൻക്ലിയേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളിൻ്റെ ഫേസസ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെയാണ് നമ്മൾ പേര് പറയുന്നത്, എന്തൊക്കെ ആംഗിൾസ് ആണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാം ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ കട്ടിംഗ് ടൂൾ നോമൻക്ലിയേച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ടു പെർഫോം കട്ടിംഗ് ഓപ്പറേഷൻ സാറ്റിസ്ഫാക്ടറിലി ദ ടൂൾ ഓർ ടൂൾ ബിറ്റ് is provided with various angles known as basic tool angles and compose what often termed as tool geometry. Tool signature for a single point cutting tool is a sequence of numbers listing in the various angles and degrees and the nose radius. So ഒരു ലേത്തിൽ യൂസ് ചെയ്യുന്ന
ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതിൻ്റെ നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഷാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് പാർട്ടാണ് ഇതിലേക്ക് വരുന്നത്. ടൂൾ ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കട്ടിംഗ് പാർട്ട് ഇവിടെ ഉണ്ട്. മൈനർ കട്ടിംഗ് എഡ്ജ് ഉണ്ട്, മൈനർ ഫ്ലാങ്ക്. ഈ പാർട്സ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. കട്ടിംഗ് എഡ്ജ് വരുന്നത് ഏതാണ്, ബാക്ക് റേക്ക് ആംഗിൾ എന്താണ്, ഫ്ലാങ്ക് എന്താണെന്നുള്ളതും സൈഡ് റേക്ക് ആംഗിൾ എന്താണെന്നുള്ളതും എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അതെന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതെന്നുള്ളത് വരുന്ന സ്ലൈഡ്സിൽ ഞാൻ പറയുന്നുണ്ട്. സോ പാർട്ട് ഷാങ്ക്, ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് ടൂൾ വിച്ച് ഈസ് അൺഗ്രൗണ്ടഡ്. ഫേസ്, ഇറ്റ് ഈസ് ദ സർഫസ് ഓവർ വിച്ച് ദ ചിപ്പ് സ്ലൈഡ്സ്. ആ ഫേസിൽ കൂടെയാണ് ചിപ്പ് ഫോമായി പുറത്തേക്ക് പോകുന്നത്. ബേസ് എന്ന് പറയുന്നത് ബോട്ടം സർഫസ് ഓഫ് ദ ഷാങ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് എന്നുള്ളത് പറയുന്നത്. ഫ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സർഫസ് ഓഫ് ദ ടൂൾ ഫേസിങ് ദ വർക്ക് പീസ്. വർക്ക് പീസിനെ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാങ്ക് എന്ന് പറയുന്നത്. രണ്ട് ഫ്ലാങ്ക്സ് ഉണ്ടാവും, ദറ്റ് ഈസ് 2 ഫ്ലാങ്ക്സ്, നെയിംലി എൻ ഫ്ലാങ്ക് ആൻഡ് സൈഡ് ഫ്ലാങ്ക്. കട്ടിംഗ് എഡ്ജ്, ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ഓഫ് ദ ഫേസ് ആൻഡ് ദ ഫ്ലാങ്ക്സ്. There are 2 cutting edges, that is side cutting edge and end cutting edge. Nose, it is the junction of the side and end cutting edges. So ഒരു ഡീറ്റെയിൽഡ് ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ടൂളിൻ്റെ സൈഡ് കട്ടിംഗ് ആംഗിൾ എന്താണെന്നും എൻഡ് കട്ടിംഗ് ആംഗിൾ എന്താണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് സൈഡ് റേക്ക് ആംഗിൾ എങ്ങനെയാണ് വരുന്നതെന്നും സൈഡ് റിലീഫ് ആംഗിൾ എത്രയാണ് വരുന്നതെന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. സോ ടൂളിൻ്റെ തന്നെ ഫ്ലാങ്ക്, ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ടൂളിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. സോ സൈഡ് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the angle by which the face of the tool is inclined sideways. The angle between the tool face and a line parallel to its base is called side rake angle. Measured in a plane, right angles to the base and at right angles to the center line of the point of the tool, and it varies between 0 to 22 degree. So side rake angle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ angle by which the face of the tool is inclined sideways. Back rack angle, the angle between the face of the tool and a line parallel to the base of the shank in the plane parallel to the central line of the point and at right angles to the base. അതാണ് ബാക്ക് റാക്ക് ആംഗിളിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ബാക്ക് റാക്ക് ആംഗിൾ തന്നെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഈ ഒരു ആംഗിൾ ഉള്ളത് കൊണ്ടാണ് വർക്ക് പീസിൽ നിന്ന് ചിപ്പ് ഫോമായി അത് വെളിയിലോട്ട് പോകുന്നത്. സോ ദിസ് ആംഗിൾ അഫക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ചിപ്പ്. സോ പോസിറ്റീവ് റാക്ക് ആംഗിൾ എന്താണെന്നും നെഗറ്റീവ് റാക്ക് ആംഗിൾ എന്താണെന്നും ഉള്ളതാണ് ഈ ഒരു ഫിഗറിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. എൻഡ് റിലീഫ് ആംഗിൾ പ്രൊവൈഡഡ് ഓൺ ടൂൾ to provide clearance between the workpiece and tool so as to prevent the rubbing of workpiece with end flake tool. end relief angle കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസിൻ്റെയും ടൂളിൻ്റെയും ഇടയ്ക്ക് റബ്ബിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ ഈ എൻഡ് റിലീഫ് ആംഗിൾ കൊടുത്തേക്കുന്നത്. സൈഡ് റിലീഫ് ആംഗിൾ provide the clearance between its flank and work piece. സൈഡ് റിലീഫ് ആംഗിൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാങ്കും വർക്ക് പീസും തമ്മിലുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് സൈഡ് റിലീഫ് ആംഗിൾ കൊടുത്തേക്കുന്നത്. കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻ കട്ടിംഗ് എഡ്ജ് ആംഗിളും ഉണ്ട്, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും ഉണ്ട്. എൻ കട്ടിംഗ് edge angle provides the clearance between the tool cutting edge and the work piece, and side cutting edge angle
is responsible for turning the chip away from the finished surface. Nose angle. Angle between the side cutting edge angle and end cutting edge angle. Nose radius, that is provided to remove the fragile corner of the tool and to increase the tool life and improves the surface finish. Clearance angle. Angle between the portion of the flank adjacent to the base and the plane perpendicular to the base. This angle provides the free cutting action and minimizes the tool forces and decreases cutting temperature. Lip angle. Angle between the tool face and the ground end surface of the flank. This is usually between 60 to 80 degree. ലിപ്പ് ആംഗിൾ വരുന്നത് 60-നും 80-നും ഇടയ്ക്കായിട്ടുള്ള ഒരു ആംഗിൾ ആയിരിക്കും വരുന്നത്. ടൂൾ സിഗ്നേച്ചർ. ടൂൾ സിഗ്നേച്ചർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂൾസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫോളോയിങ് സീക്വൻസ് 8, 14, 6, 6, 15, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് റാക്ക് ആംഗിൾ, സൈഡ് റാക്ക് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ ഇതൊക്കെ എത്രയാണ് വരുന്നതെന്നാണ് ആ ഒരു മെൻഷനിങ്ങിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞു 8, 14, 6, 6, 6, 15, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് റാക്ക് ആംഗിളാണ് 8 വന്നേക്കുന്നത്. സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് റാക്ക് ആംഗിൾ 14 ആണ്. എൻഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് 6 ആണ്. സൈഡ് റിലീഫ് ആംഗിൾ 6 ആണ്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ 6 ആണ്. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ 15 ആണ്. നോസ് റേഡിയസ് 1 mm ആണ്. സോ ഇതാണ് ഈ ഒരു ടൂൾ സിഗ്നേച്ചറിൻ്റെ ആ ഒരു നമ്മൾ ടൂൾസിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഈ ഒരു ടേംസ് യൂസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. താങ്ക് യു ഓൾ.